Hi dear students, welcome back to Alex E Academy. അപ്പോൾ നമ്മൾ സോഫോർ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ 2019-2015 സ്കീമിലുള്ള എല്ലാ കോമൺ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഇതുവരെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചേക്കുന്ന മൊഡ്യൂൾ 1, 2, 3, 4, 5 എല്ലാ മൊഡ്യൂൾസിലെയും സോഫാർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസും ഡെറിവേഷൻ പ്രോബ്ലം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇനി വരാൻ പോകുന്ന 1-2 ലെക്ചറിൽ 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് സോളിഡിലെ KTU തന്നെ തന്നിരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെക്ചർ ഒരു 2-3 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പാർട്ട് നമ്പർ 1 നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാർട്ട് എ തിയറി സെക്ഷൻ 30 മാർക്കിന്റെ തിയറി സെക്ഷനാണ് 2019 സ്കീമുകാർക്കുള്ളത്. അതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത പാർട്ടിൽ ഓരോ മോഡ്യൂളിലെയും പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്താം. അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് KTU കൊടുത്തേക്കുന്ന 3rd സെമസ്റ്റർ BTech ഡിഗ്രി എക്സാമിനേഷൻ CE 201 മെക്കാനിക്സ് ഓഫ് സോളിഡ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് 2019 സ്കീമുകാരുടെ KTU കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100 മാർക്സിനാണ്, 3 hour ഡ്യൂറേഷനാണ്. ഇനി ഇതിൻ്റെ അകത്ത് പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. ഓക്കെ, ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. അപ്പോൾ പാർട്ട് എയിൽ മൊത്തം 10 ക്വസ്റ്റ്യനാണ് ഉള്ളത്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യൂഷ്വലി തിയറി ക്വസ്റ്റ്യൻസും ചെറിയ ഷിയർ ഫോഴ്സോ ബെൻഡിങ് മൊമെൻറ്റ് വരക്കാനോ ചെറിയ ഡെറിവേഷനോ അസംഷൻസ് ഇൻ ഡെറിവേഷനൊക്കെ ആയിരിക്കും ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ മൊത്തം 30 മാർക്ക്, 10 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ, ടോട്ടൽ 30 മാർക്സിനാണ് എ പാർട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഈ ലെക്ചർ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ അറിയാമോന്ന് നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. വെറുതെ ഈ ഒരു ലെക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളിതിൻ്റെ സൊല്യൂഷൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി പാർട്ട് ബിയിലേക്ക് വന്നാൽ, പാർട്ട് ബിയിൽ നിന്ന് വന്നാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യന് 14 മാർക്കാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 എടുത്തിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 ഇന്ന് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന് 14 മാർക്കാണ്. ഇനി മൊഡ്യൂൾ 1 ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 or 3 ഇതിലേതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യുക. ഇനി മൊഡ്യൂൾ 2 വരുമ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ 4 ഉണ്ട്, 5 ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യുക. ഓക്കെ, മൊഡ്യൂൾ 3 വന്നാൽ 6ഉം 7, ക്വസ്റ്റ്യൻ നമ്പർ 6ഉം 7ഉം ഇതിലേതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. സിമിലർലി മൊഡ്യൂൾ നമ്പർ 4 വന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 8, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8ന് സബ് ഡിവിഷൻസ് എയും ബിയും ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9 അതിനും എയും ബിയും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലെങ്കിൽ 9 ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പോഴും നോക്കുക. നിങ്ങൾക്ക് ആ ഫുള്ളായിട്ട് അറിയാവുന്നത് വേണം അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 വന്നാൽ 2 ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10 ഉണ്ട്, 11 ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് 2019 സ്കീമിൻ്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ വ്യത്യാസം വരാം. കാരണം ഇപ്പോൾ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ടോട്ടൽ 14 മാർക്കെന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് 1, 2, 3, അതായത് A, B, C എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റപ്പ് ചോദിക്കാം. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കണ്ട, ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതായിരിക്കും. അതേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമുക്ക് പാർട്ട് എയിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ CET 201 മെക്കാനിക്സ് ഓഫ് സോളിഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2019 സ്കീമിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗിൽ KTU തന്നെ കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് എയിലെ
First question. Define the terms proportionality limit, ultimate stress, working stress. ആദ്യം തന്നെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, strain is proportional to stress within a certain limit. The curve in that region is linear and Hooke's law is applicable in that region. The stress at that region is known as proportionality limit. അടുത്തത് ultimate stress, the maximum stress that a body can bear before its break. ഒരു ബോഡി ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പറ്റിയ മാക്സിമം സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്തത് വർക്കിംഗ് സ്ട്രെസ്, the stress lower than ultimate stress at which the failure of the material take place. അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ തൊട്ട് താഴെയുള്ളൊരു സ്ട്രെസ്സാണ് വർക്കിംഗ് സ്ട്രെസ് അറ്റ് വിച്ച് ദ മെറ്റീരിയൽ ഫെയിലിയർ ടേക്ക് പ്ലേസ്. ഇനി അടുത്തത് ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ deformation of an axially loaded bar with uniformly varying cross section is calculated. Explain how deformation of an axially loaded bar with uniformly varying cross section take place. Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ടെണ്ണം എഴുതാം. ഒന്നെങ്കിൽ യൂണിഫോംലി ടേപ്പറിങ് സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഇലോങ്ങേഷൻ്റെ ഇക്വേഷനും അതിൻ്റെ ഫിഗറും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ യൂണിഫോംലി ടേപ്പറിങ് റെക്റ്റാങ്കുലർ സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ആൻസർ ആയിട്ട് യൂണിഫോംലി ടേപ്പറിങ് റെക്റ്റാങ്കുലർ സെക്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെൻഡ് അവിടുത്തെ ഡയമീറ്റർ D1, അടുത്ത എൻഡിലെ ഡയമീറ്റർ D2, ആക്ട് ചെയ്യുന്ന ലോഡ് ക്യാപിറ്റൽ P ആണ്. ഇനി അടുത്തത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബാർ എന്ന് വെച്ചാൽ L ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് D1 എന്ന് പറയുന്ന സൈഡിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ചെറിയ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് DX. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡെറിവേഷൻ അല്ല ചോദിച്ചേക്കുന്നത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഡെറിവേഷൻ എഴുതേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്താൽ മതി, ഈക്വേഷൻ ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ടോട്ടൽ എക്സ്റ്റൻഷൻ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു PL ബൈ പൈ D². സോറി, അത് ഡയമീറ്റർ സെയിം ആണെങ്കിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ L ഇസ് ഈക്വൽ ടു PL ബൈ പൈ ഇ ഇൻറ്റു D1 D2. അപ്പോൾ ഇലോങ്ങേഷൻ ഓഫ് എ യൂണിഫോംലി ടേപ്പറിങ് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് 4PL ബൈ പൈ ഇ ഇൻറ്റു D1 D2, വേർ P is the axial load, L is the total length of the member, D1 is the greatest diameter, D2 is the smallest diameter. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ഓൺ ആൻ കോമ്പോസിറ്റ് ബാർ മെയ്ഡ് ഓഫ് 2 മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ the figure shows a composite bar consisting of 2 material, a bar of brass and another bar of steel. അപ്പോൾ നമ്മൾ ഒരു അസംഷൻ എടുക്കുവാണ്, ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ട്, ഒരെണ്ണത്തിൽ ബ്രാസ് ഒരെണ്ണത്തിൽ സ്റ്റീൽ ആണെന്ന് എടുക്കുവാണ്. ലെറ്റ് ദ കോമ്പോസിറ്റ് ബാർ ബി ഹീറ്റഡ് ത്രൂ some temperature. If the member are free to expand, no stress will be induced in the member, but the two members are rigidly fixed and hence composite member as a whole will expand by same amount. As the coefficient of linear expansion of brass is more than that of steel, the free expansion of brass is more than that of steel. But since the members are not free to expand separately, the expansion of the composite bar will be same. Hence, the stress induced in the brass will be compressible, whereas the stress induced in the steel will be tensile. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കോമ്പോസിറ്റ് ബാർ എന്ന് വിചാരിക്കുക. ഇത് റിജിഡ്ലി ഫിക്സ്ഡ് ആണ്, ഈ അറ്റത്ത് ബ്രാസും ഈ അറ്റത്ത് സ്റ്റീലുമാണ്. ഇതിനെ നമ്മളിപ്പോൾ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും സംഭവിക്കേണ്ടത് ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യും. ഇനി ബ്രാസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലായതുകൊണ്ട് ബ്രാസ് കുറേ അധികം എക്സ്പാൻഡ് ചെയ്യും, സ്റ്റീൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ ഇത് കോമ്പോസിറ്റ് ആയതുകൊണ്ടും ഇത് റിജിഡ്ലി ഫിക്സ്ഡ് ആയതുകൊണ്ടും ഒരു മെമ്പറിന് ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എക്സ്പാൻഡ് ചെയ്യേണ്ടിരുന്ന ബ്രാസ് കുറച്ച് റെഡ്യൂസ് ചെയ്തു. അതായത് ബ്രാസിൻ്റെ അകത്ത് എന്തായിരിക്കും, ഒരു കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ശരിക്കും ഇത്രയും എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരുന്ന സ്റ്റീൽ കുറച്ചധികം എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഫോഴ്സ് ആയിരിക്കും, ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ഓൺ കോമ്പോസിറ്റ് സെക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? Write the relationship between bulk modulus of elasticity and Young's modulus of elasticity. When a body is subjected to two
subjected to mutually perpendicular like and equal direct stress, the ratio of direct stress to the corresponding volumetric strain is found to be constant for a given material when the deformation is within limit. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് കെ ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ടു വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഡി വി ബൈ വി. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബൾക്ക് മോഡുലസ് ആൻഡ് യങ്സ് മോഡുലസ്, ഇതാണ് റിലേഷൻ. ഈസ് ഈക്വൽ ടു 3k into 1 minus 2 mu, where E is the യങ്സ് മോഡുലസ്, K is the bulk modulus, mu is the Poisson's ratio. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിംഗ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഡെറിവേഷൻ അല്ല ചോദിച്ചേക്കുന്നത്, റിലേഷൻഷിപ്പ് മാത്രമാണ്. കാരണം പാർട്ട് എയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാനൊന്നും നിൽക്കണ്ട, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആൻഡ് ഷിയർ ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലോഡിംഗ്. ഇതാണ് ഇക്വേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്, ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്. ഡി വി ബൈ ഡി എക്സ്, സോറി ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ലോഡിംഗ്. റേറ്റ് ഓഫ് ലോഡിംഗ് ആണ് ഡബ്ല്യു. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ഈ 2 റിലേഷൻ എഴുതിയാൽ അല്ലെങ്കിൽ ഈ 2 ഡെഫിനീഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഇൻ ബീംസ് with the help of cantilever beam subjected to uniformly distributed load over the wall span. അതായത് കോൺസെപ്റ്റ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. തന്നേക്കുന്നത് ഒരു കാൻറ്റിലിവർ ബീമാണ് സബ്ജക്റ്റഡ് ടു യു ഡി എൽ, എൻറ്റയർ ലെങ്ത്തിൽ യു ഡി എൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, കൺസിഡർ എ കാൻറ്റിലിവർ ബീം ഓഫ് ലെങ്ത് എൽ ക്യാരീസ് എ യു ഡി എൽ ഓഫ് W kN/m ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ബീം which is fixed at the left end and free at the right end. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത കാൻറ്റിലിവർ ബീം ലെഫ്റ്റ് എൻഡ് എ ഫിക്സ്ഡ് ആണ്, റൈറ്റ് എൻഡ് ഫ്രീ ആണ്, യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. നടുക്കത്തെ പോയിന്റ് സി എന്ന് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് L/2, ടോട്ടൽ ലെങ്ത്ത് L. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് W kN/m. ഇനി നമുക്ക് ഓരോ പോയിന്റ് എടുക്കാം അല്ലേ. അറ്റ് ഫ്രീ എൻഡ് ലോഡ് എന്തെങ്കിലും ഉണ്ടോ? ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? അറ്റ് ബി ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്തത് അറ്റ് സി. അറ്റ് സി എന്ന് വെച്ചാൽ ഇതാണ് സി. സീൻ്റെ റൈറ്റിലേക്ക് എന്തോരം ലോഡ് ഉണ്ട്? ഇത്രയും യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. യു ഡി എല്ലിൻ്റെ ലോഡ് എന്ന് പറയുമ്പോൾ W ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് L/2, അതാണ് W L/2. ഇനി അടുത്തത് അറ്റ് എ. എ എന്ന് പറയുമ്പോൾ എൻ്റെ റൈറ്റിലേക്കുള്ള ഫുൾ എടുക്കും. എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫുൾ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ഡി എൽ ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ലെങ്ത് L, അപ്പോൾ WL. ഇനി റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സ് ആയതുകൊണ്ട് ഷിയർ ഫോഴ്സൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് ഫസ്റ്റ് ബി. ബീൻ്റെ റൈറ്റിലേക്ക് ലോഡൊന്നും ഇല്ലല്ലോ, ലോഡ് 0 ആണ്, അതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് 0. ഇനി അടുത്തത് സി. സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൈറ്റിലേക്ക് ഇത്രയും യു ഡി എൽ ആണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ലോഡെന്ന് പറയുമ്പോൾ W ഇൻറ്റു L/2 ആണ് ലോഡ്, ഇൻറ്റു എന്താണ്? L/2/2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ WL² by 8 എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് നമുക്ക് 8 എന്ന് വരുന്നത്? WL/2, സോറി, ശരിക്കും പറഞ്ഞാൽ W ഇൻറ്റു L/2 ആണ് വരുന്നത്, ഇൻറ്റു L/2 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -WL² by 8 എന്ന് വരും. ഇനി മൈനസ് എങ്ങനെ വന്നു ചോദിച്ചാൽ റൈറ്റ് സൈഡിൽ, സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ നെഗറ്റീവാണ്. ഇനി അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുമ്പോൾ ഇതാണ് എ പോയിൻ്റ്, ഇത്ര യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ W ഇൻറ്റു L ആണ് അവിടുത്തെ ഷിയർ ഫോഴ്സ്, ഇൻറ്റു അത് ആക്ട് ചെയ്യുന്നത് L/2 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? WL² by 2 എന്ന് കിട്ടും, അത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും കിട്ടി, ഷിയർ ഫോഴ്സും കിട്ടി. അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഫിഗർ വരക്കാം. ആദ്യമേ ലോഡഡ് ബീം തന്നേക്കുന്ന ഫിഗർ അതുപോലെ വരക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഷിയർ ഫോഴ്സ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബേസ് ലൈൻ, ബിയിൽ 0, ഇവിടെ WL/2, ഇവിടെ WL. ഇനി യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് കൊടുക്കുക, ഇതിൻ്റെ താഴെ ഷെയ്ഡ് ചെയ്യും ചെറുതായിട്ട്. ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ തൊട്ട് താഴെ ബേസ് ലൈൻ വരക്കുക,
ബെൻഡിങ് മൊമെൻ്റ് അറ്റ് B0, ഇവിടെ WL²/8, ഇവിടെ WL²/2. ഇനി UDL ആക്ട് ചെയ്യുന്ന സമയത്ത് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എന്തായിരിക്കും? പാരാബോളിക് ആയിരിക്കും. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് പാരാബോളിക് ആണ്. അപ്പം മൈനസ് മാർക്ക് ചെയ്യുക, ഈ ഫിഗറിൻ്റെ അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്യുക, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതണ്ട. ബീം കൺസിഡർ ചെയ്യുക, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരച്ചിട്ട് ആ ബെൻഡിങ് മൊമെൻ്റ് ഷിയർ ഫോഴ്സ് വാല്യൂ കാണിച്ചാലും മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്യുവർ ബെൻഡിങ്? ഗിവ് ആൻ എക്സാമ്പിൾ. അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്, ഇഫ് എ ലെങ്ത് ഓഫ് എ ബീം ഈസ് സബ്ജക്റ്റഡ് ടു constant bending moment and no shear force, then the stress will be set up in that length of the beam due to bending moment only. That length of the beam is said to be in pure bending. And explanation ഞാൻ പറയാം. A beam simply supported at A and B and overhang by the length of same length at each support as shown in the figure. A point load capital W is acting at the each end of the option. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബീമുണ്ട്. ഇത് RA, സപ്പോർട്ട് റിയാക്ഷൻ RA/RB, ഇത് W, ഇതും W. അപ്പോൾ RAയും W കിട്ടും, RBയും W സോൾവ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ W ഇത്രയും ഭാഗത്തൊന്നും കാണില്ല, വീണ്ടും താഴത്തോട്ട് W. ഇനി ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി എന്താണ് പ്യുവർ ബെൻഡിങ് എന്ന് വെച്ചാൽ, ഒരു ബീമിൻ്റെ പർട്ടിക്കുലർ പോയിന്റിൽ കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്, പക്ഷേ അവിടെ എന്തുണ്ടാവില്ല? ഷിയർ ഫോഴ്സ് ഇല്ല. ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ A മുതൽ B വരെ, ഈ ബീമിൽ A മുതൽ B വരെയുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷിയർ ഫോഴ്സ് 0യും ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്? കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ A മുതൽ B വരെയുള്ള ബീമിൻ്റെ പാർട്ടിനെ നമ്മൾ പറയും ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ്. No shear force act between A and B. The bending moment between A and B is constant. This condition of the beam between A and B is known as pure bending. Pure bending എന്ന് പറയുമ്പോൾ ഈ ഒരു പാരഗ്രാഫ് എഴുതണം. എൻ്റെ എക്സാമ്പിൾ ചോദിച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഈ ഒരു ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണിക്കാനായിട്ട് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത്, ലിസ്റ്റ് 3 important assumptions used in theory of bending and their significance. അപ്പോൾ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിലുള്ള അസംഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് അസംഷൻ, ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനസ് ആൻഡ് ഐസോട്രോപിക്. സെക്കൻഡ്, ദ വാല്യൂ ഓഫ് ദ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. തേർഡ് അസംഷൻ, ദ ബീം ഈസ് ഇനീഷ്യലി സ്ട്രൈറ്റ് ആൻഡ് അറ്റ് ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെൻറ്റ്സ് ബെൻഡ് ഇൻ ടു സർക്കുലർ ആർക്സ് വിത്ത് എ കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതായത് ബീം ഇനീഷ്യലി സ്ട്രൈറ്റ് ആണ്. ഇനി ബീമിൻ്റെ അകത്തുള്ള എല്ലാ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെൻറ്റും ഒരു സർക്കുലർ ആർക്കിലാണ് ബെൻഡ് ചെയ്യുന്നത് വിത്ത് എ കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തിയറി ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ആർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാണുന്നൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലെയിൻ വിച്ച് ഹാസ് നോ ഷിയർ സ്ട്രെസ് ആർ നോൺ ആസ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ഏത് പ്ലെയിനിലാണോ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കുന്നത് അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഹെൻസ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ ദ പ്ലെയിൻസ് ഓഫ് സീറോ ഷിയർ സ്ട്രെസ്. ദീസ് പ്ലെയിൻസ് ക്യാരി ഓൺലി നോർമൽ സ്ട്രെസ്. ദ നോർമൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ നോൺ ആസ് പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലെയിനിലാണോ ഷിയർ സ്ട്രെസ് 0 ആയിട്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നോർമൽ സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഇനി ഈ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്തുള്ള ലാസ്റ്റ് 10th തിയറി ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് കോളം ആൻഡ് ലോങ് കോളം വിത്ത് റെഫറൻസ് ടു ദെയർ ബിഹേവിയർ അണ്ടർ ആക്സിയൽ കംപ്രഷൻ. ഷോർട്ട് കോളവും ലോങ് കോളം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതൊരു ടാബ്ലർ കോളത്തിലാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇത് ഷോർട്ട് കോളം, ഇത് ലോങ് കോളം. ഫസ്റ്റ് പോയിന്റ് വരുന്നത്, ലെങ്ത് ബൈ ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ 12. ഷോർട്ട് കോളത്തിൽ L/D റേഷ്യോ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 12 ആയിരിക്കും. ലോങ് കോളത്തിൽ വരുമ്പോൾ L/ ലീസ്റ്റ് ഡയമെൻഷൻ ഈസ്, അതായത് L/D റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 ആണ്. സെക്കൻഡ് പോയിന്റ്, ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ്, ലോങ് കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ്. ബക്ലിംഗ് എന്ന് വെച്ചാൽ ബെൻഡ് ചെയ്ത് ഫെയിൽ ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 45. ഷോർട്ട് കോളത്തിൽ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 45, ലോങ് കോളത്തിൽ സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 45. ഫോർത്ത് പോയിന്റ്സ്,
ഷോർട്ട് കോളം ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് സ്ട്രെസ് ഓൺലി. ഇവിടെ ഷോർട്ട് കോളം ഈസ് സബ്ജക്റ്റഡ് ടു ബക്ലിംഗ് സ്ട്രെസ്. ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ആണ്, ഇവിടെ ബക്ലിംഗ് സ്ട്രെസ് ആണ്. ഇനി അടുത്തത് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് മോർ. ഷോർട്ട് കോളത്തിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് മോർ, ലോങ് കോളത്തിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ലെസ്. ലാസ്റ്റ് പോയിന്റ് മോർ ലോഡ് കപ്പാസിറ്റി, ഇവിടെ ലെസ് ലോഡ് കപ്പാസിറ്റി. ഷോർട്ട് കോളം ആയതുകൊണ്ട് എന്താണ്, അതിന് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ലോങ് കോളം ആയതുകൊണ്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ലോഡ് ഇൻക്രീസ് ചെയ്താൽ ഇത് ബക്കിൾ ചെയ്യും, അതായത് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ എ പാർട്ടിലുള്ള 10 ക്വസ്റ്റ്യനാണ് നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തത്. അത് ഞാൻ ഇച്ചിരി സ്പീഡിൽ തന്നെയാണ് പോയത്, കാരണം അതിനകത്ത് ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ ഇത്രയും ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബിയിലുള്ള മൊഡ്യൂൾ നമ്പർ 1 മൊഡ്യൂൾ നമ്പർ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.